MP രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരം വാണിയമ്പലം അങ്ങാടിയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം 20.9 കോടി രൂപ അനുവദിച്ചിരുന്നു. പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും നിയമസഭയിൽ സബ്മിഷനിലൂടെയും AP അനിൽകുമാർ MLA നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെ ഏജൻസിയായി നിയോഗിക്കുകയും ചെയ്തു. പ്രവൃത്തി നടപ്പിലാക്കുന്നതിനു വേണ്ടി പ്രസ്തുത ഏജൻസി വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെയുള്ള 3 ഓപ്ഷൻ തയ്യാറാക്കി. AP അനിൽകുമാർ MLA വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ വാണിയമ്പലം പെട്രോൾ പമ്പിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച് നിലവിലുള്ള റോഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഇടയിലൂടെ കടന്നുപോകുന്ന രീതിയിൽ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള അലൈൻമെന്റ് തയ്യാറാക്കാൻ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ DPRഉം അലൈൻമെന്റിനും AP അനിൽകുമാർ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ അംഗീകാരം നൽകി. മണ്ണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പ്രസ്തുത ഏജൻസി MLAയെ അറിയിച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് 21 കോടി രൂപ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുകയും തുടർന്ന് സംസ്ഥാന ഗവൺമെൻറ് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ RBDC 3 നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. ആ 3 നിർദ്ദേശങ്ങൾ വളരെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചർച്ച ചെയ്യുകയും AP അനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീനത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KC കുഞ്ഞുമുഹമ്മദ്, RBDCK ഉദ്യോഗസ്ഥൻ VK ആനസ്, ഷൈജൽ എടപ്പറ്റ, U അനിൽകുമാർ, മുരളി കാപ്പിൽ, KT മുഹമ്മദ് അലി, ഗിരീഷ് പൈക്കാടൻ, കാപ്പിൽ മൻസൂർ, V ജ്യോതി, M റസാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.